ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ആയിട്ട് ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യൽ 2 സ്റ്റാറിൻ്റെ വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റാർ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടും ഭംഗിയായിട്ടും അടിപൊളി 2 സ്റ്റാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഒക്കെ വീട്ടിൽ കേക്കും സ്റ്റാറും ഒക്കെ ട്രീയും ഒക്കെ ഉണ്ടാക്കിയിടാറുണ്ടല്ലോ. കേക്ക് എനിക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടിയതുകൊണ്ട് കേക്ക് ഉണ്ടാക്കിയില്ല, പകരം ഞാൻ സ്റ്റാർ ഉണ്ടാക്കി. ആ സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് A4 സൈസ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കളർ പേപ്പറാണ്. നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ടോ വൈറ്റ് പേപ്പർ കൊണ്ടോ ഏത് പേപ്പർ കൊണ്ടോ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇത് അല്പം കട്ടിയുണ്ട്, തീരെ നൈസായ പേപ്പറൊന്നുമല്ല. അപ്പോൾ ആ പേപ്പറിന് ഒരു 7 പേപ്പർ വേണം ഇതിനായിട്ട്. അപ്പോൾ ഞാൻ ഡബിൾ കളർ എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീനും ഓറഞ്ചും എടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു A4 പേപ്പറിനെ 2ആയിട്ടും മടക്കി, എന്നിട്ട് അതിന് 2 പീസാക്കി. അങ്ങനത്തെ 7 പീസ് എടുക്കുവാണ്. എന്നിട്ട് ഈ ഓരോ പീസിനെ നമുക്ക് സ്ക്വയർ ആക്കണം, സമചതുരം. അത് ഏത് മെഷർമെൻ്റ് ആയാലും കുഴപ്പമില്ല. അതിന് സ്ക്വയർ ആക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ സ്കെയിലിൽ അളന്ന് 12 ആയിട്ടോ 13 ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സൈസിലെടുക്കാം. ഇപ്പോൾ A4 കട്ട് ചെയ്യാതെ ഉണ്ടാക്കാം, വലിയ സ്റ്റാർ വേണമെങ്കിൽ. ഞാനൊരു മീഡിയം സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് A4 പേപ്പറിൻ്റെ 2ആക്കി എടുത്തത്. അപ്പോൾ ഞാനിതിനെ ഒന്ന് സ്ക്വയർ ആക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇതൊക്കെ പേപ്പർ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ടീച്ചേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇതുപോലെ കോൺ പോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ മടക്കി അതിനെ ഒന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയിട്ട് ബാക്കി വന്ന പേപ്പർ കട്ട് ചെയ്തെടുക്കണം. ബാക്കി വന്നത് നമ്മളിങ്ങനെ മടക്കിയിട്ട് അവിടെ വെച്ച് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. ക്രിസ്മസിന് മുന്നേ സ്റ്റാർ ഉണ്ടാക്കിയിടേണ്ടതായിരുന്നു അല്ലേ. ഞാനിവിടെ സ്റ്റാറൊക്കെ ഇട്ടു, ഞാൻ ഉണ്ടാക്കിയതും ഇട്ടു. പക്ഷേ വീഡിയോ എടുത്തപ്പം അല്പം താമസിച്ച് പോയെന്നുള്ളൂ. ഇനി ന്യൂ ഇയറിന് ഇടാമല്ലോ. സ്ക്വയറായിട്ട് പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ടോ. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ മടക്കിയ പോലെ അതുപോലെ തന്നെ ഇതുപോലെ 7 പീസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഓറഞ്ച് 4 പീസും 3 ഗ്രീൻ പീസ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഏത് കളർ പേപ്പർ വേണേലും യൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. അതിനെ നേരത്തെ മടക്കിയ പോലെ തന്നെ കോണായിട്ട് തന്നെ മടക്കി ഒരു ട്രയാങ്കിൾ ഷേപ്പാക്കി. ഇനി അതിനെ അവിടെ നിന്ന് ഒന്നുകൂടി സെൻറ്ററാക്കുവാണേ. അല്പം ക്ഷമയും കുറച്ച് ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒന്നുകൂടി അതിനെ സ്ക്വയർ പോലെ ആക്കി. ഇപ്പോൾ കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പായി. അപ്പോൾ അതിൻ്റെ ഓപ്പൺ വന്ന വശം കണ്ടോ, ആ വശം വെച്ചൊന്ന് മടക്കിയിട്ട് ആ വശത്ത് നിന്ന് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഞാനിപ്പോൾ അളന്നൊന്നുമല്ല കട്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഊഹം വെച്ച് ഒരു സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ വെച്ചൊക്കെ വിട്ട് ഞാനൊരു 4 കട്ടിങ്ങാണ് ഇടുന്നത്. ഇതിനെ കട്ട് ചെയ്ത് മറ്റേ അറ്റത്തേക്ക് വരുമ്പം കംപ്ലീറ്റ് കട്ട് ചെയ്യരുത്. 1 സെൻറ്റിമീറ്റർ മുകളിൽ നിന്ന് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പേപ്പർ അങ്ങ് മുറിഞ്ഞു പോകുമല്ലോ. ഇതുപോലെ ഇത്രയും പാടുള്ളൂ. അങ്ങനെ ഏകദേശം ഒരേപോലത്തെ സൈസിൽ 4 കട്ടിങ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 കട്ട് ചെയ്യുമ്പോഴത്തേക്കും 5 പോർഷനായിട്ട് കിട്ടും. ഇതിനെ അവിടെ വിട്ടു പോകാതെ ശ്രദ്ധിക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, ഇത് പലർക്കും അറിയുമായിരിക്കും. ഇതുപോലെ ഏത് തരത്തിൽ കട്ടിങ് ഇട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എനിക്കറിയാവുന്ന ഇതായിരുന്നു, അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കണം കേട്ടോ. 4 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്തപ്പം 5 പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് നേരത്തെ ആദ്യം എടുത്ത പോലെ തന്നെ ഒന്ന് സ്ക്വയർ തുറക്കാം. നമുക്ക് ഫുള്ള് തുറന്നെടുക്കാം, സ്ക്വയർ ഷേപ്പിൽ തന്നെ തുറന്നെടുക്കാം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ, തുറന്നപ്പോൾ ഇതെല്ലാം അവിടെ അത് കട്ട് ചെയ്ത് അവിടെ വിട്ടുപോകും. അതുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ 5 പീസായിട്ട് 5 ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഷേപ്പ് തന്നെ 5 കട്ടിങ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെൻറ്ററിലുള്ള ആ ഒരൊറ്റ ഇതിനെ 2 അറ്റവും കൂടി ഒന്ന് കൂട്ടി നമുക്കൊന്ന് ഗം ചെയ്യാം. അയ്യോ, എൻ്റെ ഗമ്മ് ഞാൻ യൂസ് ചെയ്യാതിരുന്നതുകൊണ്ട് അത് മുഴുവനും കട്ടയായിട്ട് പിടിച്ചിരിക്കുന്നു.
ഇതെടുത്ത് കളഞ്ഞിട്ട് വേണമായിരുന്നു യൂസ് ചെയ്യാൻ. അപ്പോൾ ആ സെൻറ്ററിലെ ആ പോർഷനിൽ ആ അറ്റം ഈ അറ്റത്തിനോട് ചേർത്ത് ഒരു സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അതങ്ങ് ഒട്ടിക്കോളും. ഇനി അടുത്തത് അങ്ങനത്തെ 5 ഇതുണ്ടല്ലോ, അടുത്തത് സെക്കൻഡാണ്. ആ സെക്കൻഡ് നമ്മൾ എടുക്കണ്ട. പിന്നെ മൂന്നാമത്തത് എടുക്കണം. ആദ്യമത്തത് എടുത്ത് 2 വിട്ടിട്ട് മൂന്നാമത്തത് എടുക്കുക. മൂന്നാമത്തതും ഇതുപോലെ എടുത്ത് ഒട്ടിച്ചെടുക്കുക, ഈ 2 അറ്റവും കൂടെ. പിന്നെ അത് കഴിഞ്ഞ് 4ാമത്തെ വിട്ടിട്ട് 5ാമത്തത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഈ 2ഉം 3ഉം നമ്മൾ 2ഉം 4ഉം വിട്ടിരിക്കുകയാണ്. ആ 2ഉം 4ഉം നമുക്കിതിനെ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പം ഈ ഫ്ലവറിൻ്റെ ആ ഷേപ്പ് നമുക്ക് നല്ല പോലെ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 1ഉം 3ഉം 5ഉം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ശരിക്കും ഒട്ടട്ടെ, തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നോക്കണം. ഇതിനെ ഒന്ന് നമുക്ക് മറിച്ചിടാം. ബാക്ക് സൈഡിൽ 2 എണ്ണം ഒട്ടിക്കാതെ ഉണ്ട്, അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. 2ഉം 4ഉം. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒട്ടിച്ച് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം കൂടി ഇതുപോലെ ഒട്ടിച്ച് കാണിക്കാം, ഇത്തിരി സ്പീഡിൽ കാണിച്ചു തരാം. ഇത് ഒട്ടിക്കഴിഞ്ഞു. നോക്കിയാൽ നല്ല ഷേപ്പില്ലേ. ഇതിൻ്റെ ചെറിയ സൈസ് വേണമെങ്കിൽ ചെറുതുണ്ടാക്കാം. നമുക്ക് വലിയ A4-ലാകുമ്പോൾ വലിയ സൈസ് കിട്ടും. ഇനി ഇതുപോലെ വേറിടണം, ഒരു ഗ്രീൻ കൂടെ നമുക്ക് ചെയ്യാം. ഇതുപോലെ മടക്കി അതിനെ ഹാഫായിട്ട് പിന്നെയും മടക്കി ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം. സെൻറ്ററിലെ 2 അറ്റവും കൂടി ഒട്ടിച്ചു. നേരത്തെ ഞാൻ ഒരു വശത്ത് തന്നെയാണല്ലോ എല്ലാം ഒട്ടിച്ച് കാണിച്ചത്, മറ്റേ വശം മറിച്ചിട്ടിട്ടില്ലേ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറിച്ചിട്ടിട്ടാണ് 2ാമത്തെ ഒട്ടിക്കുന്നത്. അപ്പോൾ എങ്ങനെ വേണ്ട എന്താ എളുപ്പമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. 2ാമത്തത് മറിച്ചിട്ടു, ഇനി 3ാമത്തത് പിന്നെയും മറിച്ചിട്ടിട്ട് 3ാമത്തെ ഒട്ടിക്കുന്നു, പിന്നെയും തിരിച്ചിട്ടിട്ട് 4ാമത്തെ ഒട്ടിക്കുന്നു. അങ്ങനെ തിരിച്ചും മറിച്ചും നമുക്ക് ഒട്ടിച്ചെടുക്കാം. എളുപ്പത്തിൽ ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യാം കേട്ടോ. എനിക്ക് എളുപ്പം ഒരു സൈഡിലിട്ടുണ്ട് തന്നെ അവിടുത്തെ മുഴുവൻ ഒട്ടിച്ച് കഴിയുന്നതായിരുന്നു എളുപ്പമായിട്ട് തോന്നിയത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ പേപ്പർ എല്ലാം എടുത്ത് സ്ക്വയറാക്കി
ആവശ്യത്തിനുള്ള എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇതുപോലെയും ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഒട്ടിക്കാൻ നിന്നാൽ മതിയേ. അപ്പോൾ ഞാനിത് ഇതുപോലെ എല്ലാം ഒട്ടിക്കാൻ പോകും. അതെല്ലാം മുറിച്ച് വെക്കുകയാണ്. മുറിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് വരാം. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. 7 എണ്ണം കിട്ടി. 4 ഓറഞ്ചും 3 ഗ്രീനുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ജോയിൻ ചെയ്യണം. വളരെ സിമ്പിളാണിത് കേട്ടോ. 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ വളരെ ഭംഗിയുള്ളൊരു സ്റ്റാറും ആയിരിക്കും. ഇനി ഇതിനെ 2 അറ്റങ്ങൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. ഇതുപോലെ ആ 2 അറ്റത്ത് ഗം ചെയ്യാം. ഞാനിപ്പോൾ അതിൽ സ്റ്റാപ്ലർ ചെയ്യാണ്. പെട്ടെന്ന് കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലർ ചെയ്യാം കേട്ടോ. ആ 2 അറ്റവും കൂടെ ജോയിൻ ചെയ്യാം. പിന്നെ അടുത്ത 2 അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് 7 എണ്ണം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഈ ലാസ്റ്റ് വന്ന അത് 2ഉം കൂടെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്തെടുക്കാം. സെൻറ്റർ ഭാഗം കൂടി ഒന്ന് ജോയിൻ ചെയ്യണം. ഗം ചെയ്യുന്നതാണ് ഭംഗി. സ്റ്റാപ്ലർ ചെയ്താൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഞാനിത് പെട്ടെന്ന് കാണിക്കേണ്ടതുകൊണ്ടാണ് സ്റ്റാപ്ലർ ചെയ്യുന്നത്. എല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഡെക്കറേഷൻ വെക്കണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു സ്റ്റാർ ഉണ്ടാക്കി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ സ്റ്റാർ? നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലേ? അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ന്യൂ ഇയറിനാണെങ്കിൽ നമുക്കിത് തൂക്കിയിടാം. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കുഞ്ഞ് സ്റ്റാർ കൂടെ കാണിച്ചു തരാം. ഞാൻ അതിനൊരു കുഞ്ഞ് പേപ്പർ എടുത്തിരിക്കുന്നത്. സ്ക്വയറായിട്ട് നേരത്തെ മുറിച്ച് വെച്ചിരുന്നതാണ്. 6 പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കുകയാണ്. സെൻറ്ററിൽ നിന്ന് കോണായിട്ടിങ്ങനെ 2 വശവും ഇങ്ങനെ മടക്കിയിട്ട് ആ ബാക്കി വന്ന താഴത്തെ ഭാഗം മുകളിലേക്ക് മടക്കിയെടുക്കുകയാണ്. മുകളിലേക്ക് മടക്കിയിട്ട് ഇനി ഇതിനെ ഒന്ന് നേരെ ഹാഫായിട്ടൊന്ന് കോൺ പോലെ ഒന്ന് മടക്കിയെടുത്ത് ഇനി ആ താഴെ നിന്ന് ആ ചെറിയ പോർഷനും മുകളിൽ ചെയ്ത പോലെ തന്നെ ട്രയാങ്കിളായിട്ട് ഒന്നുകൂടി ചെറിയ രീതിയിലൊന്ന് മടക്കിയെടുത്തിട്ട് അതിനെ ഒന്ന് ഗം ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു ലീഫായിട്ടുണ്ട്.
അങ്ങനെ ഞാനിവിടെ 6 എണ്ണം എടുത്തിരിക്കുന്നത്. 5 എണ്ണം വെച്ചും ചെയ്യാം, 4 എണ്ണം വെച്ചും ചെയ്യാം. ഞാനിതിനകത്ത് 2 ചെറിയ ലീഫ് കൂടെ എടുത്തിട്ടുണ്ട്, ഒരു വെറൈറ്റിക്ക് വേണ്ടിയാട്ടോ. ഇത് ഭയങ്കര എളുപ്പമാട്ടോ, കൊച്ചു കുട്ടികൾക്ക് പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഗം ചെയ്യുമ്പം താഴത്തതിൽ വന്ന് ഒട്ടിപ്പിടിക്കരുത്, അത് സെപ്പറേറ്റ് ഇങ്ങനെ നിൽക്കണം ഒട്ടിയ ഭാഗം. അപ്പോൾ ഇതുപോലത്തെ 6 പീസ് പെട്ടെന്നൊന്ന് ഒട്ടിച്ചിട്ട് വരാവേ. ആറെണ്ണം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുകയാണ്. ഒട്ടിച്ച് അവിടെ നിവർത്തിട്ട് ഇതുപോലെ ഒരു ഈ ഷേപ്പിൽ തന്നെ, ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ നീളത്തിൽ മടക്കി എടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വെക്കണം. ഞാനൊരു വലുതും ചെറുതും ഉണ്ടെന്ന്, അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ താഴെ നമ്മൾ ഒട്ടിച്ച പോർഷനില്ലേ, ആ ഭാഗം എല്ലാം തമ്മിലും ഒന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കാം. താഴെ ആ വശത്ത് മാത്രം, അവിടെ അടുത്തത് വെക്കുമ്പോൾ ആ താഴെ മാത്രം, മുകളിലേക്ക് വരരുത്, താഴെ മാത്രമേ ഒട്ടാവുള്ളൂ. അങ്ങനെ ആ 6 എണ്ണം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒരു കുറച്ച് സമയം ഒട്ടാൻ, അത് വശ പിടിച്ചിരിക്കാൻ അവസരം കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വരുമ്പോൾ പെട്ടെന്നത് വിട്ടുപോകും. കുറച്ച് സമയം വെച്ചാൽ മതി, പെട്ടെന്ന് ഒട്ടിക്കോളും. ആറെണ്ണം ഒട്ടിയിട്ടുണ്ട്. ഞാനൊരു കുറച്ച് സമയം വെച്ച്, ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വിടർത്തിക്ക്. അടിപൊളി സ്റ്റാറായില്ലേ. ഇനി അതിൻ്റെ ആ നടുക്കത്തെ വശം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 വശവും കൂടെ ജോയിൻ ചെയ്തപ്പോൾ നല്ല സൂപ്പർ കിട്ടില്ലൻ സ്റ്റാർ. നടുക്ക് ഒരു സെൻറ്ററിൽ ഇച്ചിരി വലിപ്പമുള്ള ഒരു ഇതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ നടുക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു പേപ്പർ കട്ട് ചെയ്ത് റൗണ്ടാക്കിയിട്ട് ഒട്ടിക്കുകയാണ്. കുറച്ചുകൂടെ ഭംഗിയായി. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ ലീഫിലും നമ്മളെ പഞ്ചിങ് മെഷീനില്ലേ, അതുകൊണ്ട് ഞാൻ ഓരോ ഹോൾ ഇടുകയാണ്. ഇപ്പോൾ പഞ്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പിന്നോ സൂചിയോ കൊണ്ടിട്ടാലും മതി, വേണമെന്നില്ല. അന്നേരം നമ്മൾ ലൈറ്റൊക്കെ ഇടുമ്പം ഇത് ട്രീയിൽ വെക്കുമ്പോഴത്തേക്കും ആ ലൈറ്റ് ഇതിനിടക്കൂടി കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം അതുകൂടി ഒന്ന് ഇട്ടിട്ട് വരാം. അപ്പോൾ എങ്ങനെയുണ്ട് 2 സ്റ്റാറും? ഇഷ്ടപ്പെട്ടില്ലേ? എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുമല്ലോ അല്ലേ? ഉണ്ടാക്കിക്കഴിഞ്ഞ് ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു.